പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മുട്ടായിരുന്നു നീ, ഒരു താമര മുട്ടായിരുന്നു നീ. ഒന്ന് പെട്ടെന്നാവട്ടെ. മോള് വലുതാണെന്താ, നമുക്ക് പാടിക്കൂടെ? ആരാ? പള്ളിപ്പിരിവാ? സാറിന്റെ കയ്യിരിക്കണ ഐപ്പോഡില്ലേ, അതിങ്ങ് തന്നേരി. ഐപ്പോഡ്? അതെന്തോ? പൊട്ടം കളിക്കണ്ട. അന്നൊരുത്തൻ ചത്തപ്പ ആ സ്പോട്ടിൽ നിന്ന് കിട്ടിയ ഐപ്പോഡില്ലേ, അതിങ്ങ് തന്നേരി. ഞാനൊരു പോലീസുകാരനാ. എന്റെ വീട്ടിൽ കയറി നീ എന്നെ ഇടോന്ന് വിളിക്കുന്നോ? എന്താ പ്രശ്നം? ഒന്നും മാറിക്കിടപ്പഞ്ഞോ. വീട്ടിൽ കയറി കളിമാറുവേ. ഐപ്പോഡും കൊണ്ട് ഞാനിവിടുന്ന് പോകത്തുള്ളൂ. എന്താപ്പാ? എന്തോ ഐപ്പോഡെന്നൊക്കെ അവന്മാര് പറയുന്നു. ഐപ്പോഡോ? ഐപ്പോഡെന്ന് നിനക്കറിയാൻ വയ്യുള്ള പട്ടി. ഫൈറ്റ് മൂടാ? എടാ ഞാനും വരാളോ? ഇല്ല, നിങ്ങളിത് എവിടെ പോവാ? എടി രണ്ട് കൊടുക്കട്ടടി. നിങ്ങൾ കൊടുക്കണ്ട, ഇനി കണ്ടാ മതി. എടി തൂണോട് ഞാൻ കണ്ടില്ലേ? തൂണൊക്കെ നമുക്ക് പണിയാ. ഞങ്ങളുടെ കണ്ണില് മിന്നണ ചെങ്കനലാണട പോക്കിരി സൈബ. ഞങ്ങളുടെ കണ്ണില് മിന്നണ ചെങ്കനലാണട പോക്കിരി സൈബ. മിന്നണ ചെങ്കനലാണട പോക്കിരി സൈബ. പണിയാ. ஒரு சட்டையா அதுக்கு மேல ஒரு பெரிய போட்டா நீ பெரிய விஜய் நினைப்பா. ஆமா பேப்பையில அங்க வருவே இல்ல. நான் ஞாபகம் வச்சுக்கடா. வருவே இல்ல. പോടാ. ആ സിംഗനായ അല്ല പിന്നെ പോലീസ് ആയുള്ള പ്രശ്നം കണ്ടില്ലേ? കണ്ടാ? അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുത്തേ? ബൂസ്റ്റ് എടുക്കാം. ബൂസ്റ്റ് എങ്കിൽ ബൂസ്റ്റ്. ആ അമ്മ എനിക്കും കൂടെ എടുത്തോ. ആരാപ്പാ അവന്മാര്? ആരാ? അവന്മാർക്ക് ഐപ്പോഡ് കൊടുക്കാൻ. എന്തു പറയാ ഐപ്പോഡ്? ഐപ്പോഡ് പാട്ട് കേൾക്കുന്ന സാധനമോ? അല്ല, ഇതേതോ വലിയ ടീമാണല്ലോ. എന്താ പ്രശ്നം? അവന്മാരുടെ ഐപ്പോഡ് അപ്പനെടുത്തുന്നു. ഇതാണ് സാർ ഐപ്പോഡ്. ഞാൻ സാറിന്റെ ബാഗിൽ നിന്ന് അറിയാതെ എടുത്ത. ക്ഷമിക്കണം സാർ. ഇനി മേലാ നീ വീട്ടിൽ കയറി പോരുത്. എന്റെ രോഗത്തെ കുറിച്ച് രോഗം ക്ഷമിക്കണം സാർ. ഇന്ന് ഐപ്പോഡ് സൂക്ഷിക്കണേ. ബാസ്റ്റിൻ എന്തായി? ബാസ്റ്റിനെ ഇടിച്ച് പഴുപ്പിച്ച് അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ആ താടി വെച്ചാനാണോ ബാസ്റ്റിൻ? ഒരു കറുത്ത മുട്ടനാടനെ മേടിച്ച് എല്ലാവരും സൂപ്പ് വെച്ചോട്. ആരടാ നീ? നീ ആരടാ? ഏറ്റവും ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നിന്നെ ഞങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ കഴപ്പം കൊണ്ട് ഇറങ്ങിയ കുടുംബത്തോടെ വീട്ടിൽ കയറി കത്തിക്കും ഞാൻ. I'm waiting.
ഭയങ്കര വെയിറ്റിംഗ് ആയിപ്പോ. എന്തുണ്ട് ഭായ്, സുഖമല്ലേ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. വെച്ചിട്ടുണ്ടാ എല്ലാത്തിനും. ഒന്ന് പോടാപ്പാ, നോക്കിപ്പോ. അല്ല പിന്നെ നീ എന്തിനാ അവനോട് സുഖം വെച്ചത്? ഇവനടിച്ച് പൊളിച്ച കെട്ട അവന്റെ തലയിലുള്ളത്. ഈ കഴുതയോടെ ഒരു അക്ഷരം സംസാരിക്കരുത് പറഞ്ഞാ കൂട്ടിക്കൊണ്ട് വന്നത്. ഞാൻ ഒരു സൗഹൃദപരമായിട്ട് ഡീൽ ചെയ്താ. വേണ്ടെങ്കിൽ വേണ്ട. ഞാനേ കണ്ട് തെറ്റ് ചെയ്ത പോലെ. ബെഡ്സീറ്റ് കയറാ കമന്നങ്ങ് കിടക്കുക അച്ചി വീട് പോലെ. ആ കയറുവാ, മുതലാളി വിളിക്കുന്നു. കുത്ര പെട്ടെന്ന് ആളറിയാതെ പറ്റിപ്പോയോ സാറേ? ഇവന് ചെറിയൊരു രോഗമുണ്ട്. എന്തെങ്കിലും കൈ കിട്ടിയാ അപ്പോൾ എടുത്ത് പോക്കറ്റ് ഇടും. ജന്മനയുള്ള കുഴപ്പമാ. അതെ സാർ, അങ്ങനെ പറ്റിയതാ. സോറി. നോക്കിക്കൊണ്ടിരിക്കുക സാർ. വേഗം നാട്ടെ. ഒന്ന് പെട്ടെന്ന് പാട്ടോഫി. സാർ, അതിൻ്റെ അകത്ത് കുറച്ച് വിജയണ്ണന്റെ പാട്ടാ. ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല, അതുകൊണ്ട്. മുതലാളി, യുവമാരാ അന്ന് രാത്രി ഇന്ദിര കുഞ്ഞിനെ എടുത്തിട്ട് ഇടിച്ചത്. സത്യം. അയ്യോ സാറേ, വിജയണ്ണന്റെ കാല് തല്ലുടിച്ചോണ്ടാ. അല്ല, ഞാനില്ലായിരുന്നു, യുവമാരാ. ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ട് സാർ. ഓ ഭാഗ്യം അല്ലേ മുതലാളി. സോറി, ആവേശം കൂടി പോയല്ലേ. എന്താ എന്റെ പേര്? സൈമൺ. പോക്കിരി സൈമൺ. വിജയ് ഫാൻ അല്ലേ? ആ, നീയൊക്കെ കറങ്ങി തിരിഞ്ഞ് എന്റെ തോളത്ത് തന്നെ വന്നോണ്ടിരിക്കുകയാണല്ലോടാ. ഒന്നീ പഴച്ച 3 നീ എന്റെ പിറകെ വന്ന വെച്ചേക്കല ഞാൻ. ഇല്ല സാർ, പുറത്തേക്കോ. സാറേ, ഇതിൻ്റെ പേരിൽ നിന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. സൈമൺ പോലീസ് ടെസ്റ്റൊക്കെ എഴുതിയിട്ട് നിൽക്കുക. ഓ ശരി സാർ. വലിയ ഉപകാരമുണ്ട്. എന്തായാലും പേര് ഞാൻ വന്ന് അർജുനൻ. അപ്പൊ നമ്മൾ ഇടിച്ചു പൊളിച്ചവന്റെ പേരോ? ബാസ്റ്റിൻ. അതല്ലടാ, നമ്മുടെ കട്ടൗട്ട് ഓടിച്ചവന്റെ പേര്. ഓ, അവൻ ഇന്ദ്രൻ, അർജുന്റെ അനിയനാണ്. ഓ, അർജുനൻ, ഇന്ദ്രൻ. ഇതന്നെ രാമായണോ? രാമായണമല്ല, മഹാഭാരതം. എന്തായാലും എല്ലാം ഒന്നെടുത്ത് വായിക്കണം. എല്ലാം പറഞ്ഞ് ഞാൻ സോൾവ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പൻ അയാളോട് കെഞ്ചേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. എത്ര ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ച കാര്യം ശരിയാന്ന് നിനക്കറിയോ? എത്ര ആൾക്കാരെ കൊണ്ട്? നീ മിണ്ടരുത്. ഓ, ഇവൻ ഒറ്റ കാരണം ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. സോറി സാർ. അടി കിട്ടാത്തതിന്റെ രോഗം. നാളെ പോലെ നീ വീടിന്റെ പുറത്തിറങ്ങണ്ട. ഞാനോ? മിണ്ടാരടാ. അമ്മയെ സഹായിച്ച് വീട്ടിൽ ഇരുന്നാ മതി കേട്ടോ. അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ല. അപ്പൊ ശരിക്കും ഇങ്ങനെ ഉണ്ടല്ലേ? പിന്നെ വിശ്വസിച്ചൂടെ? ഡേയ്, ഒന്ന് പെട്ടെന്നാവട്ടെ. ഇത് കഴിഞ്ഞ് മീൻ വെട്ടാനുള്ളതാ. ഞാനോ? ആ, നീ തന്നെ. വേറെ എന്താ നിനക്ക് പണി? എനിക്ക് മീനൊന്നും വിട്ടാറിയത്തില്ല. ആ, മീനൊക്കെ ഒന്ന് വെട്ടിപ്പടിക്കുന്നത് നല്ലതാ. ഭാര്യ ജോലിക്ക് പോകുമ്പോഴേ നിനക്ക് വീട്ടുപണി എടുക്കാമല്ലോ. ഏതായാലും നീ ജോലിക്ക് പോകത്തില്ല. ഈ ബീഫിന്റെ കൂടെ ഇതും കൂടെ അങ്ങ് നിരോധിച്ചാൽ മതിയായിരുന്നു. നിനക്കത് ക്ലാസ്സില്ലായിരുന്നോ? എവക്കത് എന്തു പറ്റി? ഹലോ, ചൊല്ലുങ്ക. എവിടാ? ഞാനിവിടെ അടുക്കളയിലുണ്ടടി. അമ്മ എന്നെ കൊണ്ട് മീനൊക്കെ വെട്ടിക്കുന്നടി. എന്തോ എല്ലാവരും ഇങ്ങനെയാ?
നീ ഇവിടെ നിന്നാണ് വിളിച്ചത്? നിനക്കും ക്ലാസ് ഇല്ലേ? അതെന്തായാലും നന്നായി. നാളെ എന്നോട് കോളേജ് വരെ ഒന്ന് വരണം, ഒരു പ്രശ്നമുണ്ട്. നീ ഒന്ന് പോയേ, നാളെ ഞാൻ മൊത്തം ബിസിയാണ്. നീ പെട്ടെന്ന് ഈ ഡ്രസ്സ് മാറിയിട്ട് ഈ മീൻ വന്നൊന്ന് കട്ട് ചെയ്യാം. തമാശയല്ല, വരാൻ പറ്റൂല്ലയോ? നാളെ ഒരു രക്ഷയില്ല, റൊമ്പ ബിസി. എന്നാ പിന്നെ വേണ്ട, ഞാൻ തന്നെ നോക്കിക്കോളാം. ആയിക്കോട്ടെ. മീൻ പൂച്ചെടുക്കാതെ നോക്കണേ.